നമസ്കാരം. പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ബ്രോ, ഏതെങ്കിലും പുതിയ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇറങ്ങുന്നുണ്ടോ? കാത്തിരുന്നിട്ട് വല്ല കാര്യവുമുണ്ടോ? അതോ നിലവിലുള്ള ഏതെങ്കിലും വണ്ടികൾ ഞങ്ങൾ വാങ്ങിക്കട്ടെ? ഇങ്ങനെ ചോദിക്കുന്നവരോട് എനിക്ക് അറിയാവുന്ന അപ്ഡേറ്റ്സുകൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഓക്കെ, നമ്മളിപ്പം ഇറങ്ങാൻ പോകുന്ന വണ്ടികളുടെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് എണ്ണം ഇറങ്ങാനുണ്ട് അല്ലേ? പക്ഷെ 2026 ഇറങ്ങുമെന്ന് ഉറപ്പുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കേട്ടോ. 2026 നമുക്ക് ഇന്ത്യൻ റോഡുകളിൽ കാണാൻ സാധിക്കുന്ന ഒരു സ്കൂട്ടർ ആയിരിക്കും സുസുക്കിയുടെ ഇ ആക്സസ്. 2025 ജനുവരിയിലാണ് ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ സുസുക്കി അവരുടെ ആദ്യത്തെ ഇലക്ട്രിക് സ്കൂട്ടറായ ഇ ആക്സസ് പരിചയപ്പെടുത്തുന്നത്. ഇത് അവരുടെ ഒരു ഗ്ലോബൽ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. 4.1 കിലോവാട്ട് പീക്ക് പവർ നൽകാൻ സാധിക്കുന്ന PMSM മിഡ് ബെൽറ്റ് ഡ്രൈവ് മോട്ടോറാണ് ഈ വണ്ടിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 15 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് 71 km/h ആണ്. 3 കിലോവാട്ട് അവറിന്റെ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ഫുൾ ചാർജിൽ 95 കിലോമീറ്റർ IDC റേഞ്ചാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. ഇവരുടെ ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ച് നമുക്ക് ഈ ബാറ്ററി ഫുൾ ചാർജ് ചെയ്യാൻ 2.5 മണിക്കൂറിൽ താഴെ സമയമാണ് വേണ്ടത്. സുസുക്കി ഇ ആക്സസിന്റെ വില പ്രതീക്ഷിക്കുന്നത് ഏകദേശം 1.5 ലക്ഷം രൂപയ്ക്ക് അടുത്താണ്. 2025 മാർച്ചിലാണ് അൾട്രാവയലറ്റിന്റെ ടെസറാക്ട് ലോഞ്ച് ചെയ്തത്. ഡാഷ് ക്യാമറയും റഡാറും അടക്കം മറ്റ് വണ്ടികൾക്കൊന്നുമില്ലാത്ത ഒരുപാട് പുതിയ സ്മാർട്ട് ഫീച്ചറുകളുമായിട്ടാണ് ടെസറാക്ട് ലോഞ്ച് ചെയ്തത്. 15 കിലോവാട്ട് പീക്ക് പവർ നൽകാൻ സാധിക്കുന്ന മിഡ് ഡ്രൈവ് മോട്ടറാണ് ടെസറാക്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 125 km/h ആണ് ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ്. ടോപ്പ് എൻഡ് മോഡലിന് 261 കിലോമീറ്റർ IDC റേഞ്ച് കിട്ടുമെന്ന് കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. വണ്ടി ലോഞ്ച് ചെയ്ത സമയത്ത് ഇവര് പറഞ്ഞിരുന്ന വണ്ടിയുടെ ഇൻട്രോഡക്ടറി ഓഫ് റോഡ് കൂടിയുള്ള എക്സ്ഷോറൂം വില 1,20,000 രൂപയായിരുന്നു. ഇത് പക്ഷേ ബേസ് മോഡലിന്റെ വിലയാണ്. ഈ ബേസ് മോഡലിന്റെ റേഞ്ച് ടോപ്പ് എൻഡ് മോഡലിന്റെ റേഞ്ചിന്റെ നേരെ പകുതിയേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അതേപോലെ തന്നെ മോട്ടോർ പവറും കുറവായിരിക്കും. ആദ്യം ബുക്ക് ചെയ്യുന്ന നിശ്ചിത കസ്റ്റമേഴ്സിന് മാത്രമായിരുന്നു ഇൻട്രോഡക്ടറി ഓഫർ. അതിനുശേഷം ബേസ് മോഡലിന്റെ എക്സ്ഷോറൂം വില 1,45,000 രൂപയാണ്. ഈ 261 കിലോമീറ്റർ IDC റേഞ്ചും ഹൈ മോട്ടോ പെർഫോമൻസും ക്യാമറയും റഡാറും അടങ്ങുന്ന ഫീച്ചേഴ്സും എല്ലാം ലഭിക്കുമെന്ന് കരുതിയിട്ടാവും പലരും ഈ വണ്ടി 1,20,000 എക്സ്ഷോറൂം വിലയിൽ ബുക്ക് ചെയ്തിട്ടുണ്ടാവുക, അതായത് ഇൻട്രോഡക്ടറി ഓഫറിൽ. പക്ഷെ ഇതൊന്നും നിങ്ങൾക്ക് ബേസ് മോഡലിൽ ഈ വിലയിൽ ലഭിക്കില്ല. അത് അവരുടെ ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ്. കൂടുതൽ ബുക്കിംഗ് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ടെക്നിക്. ഇവരുടെ ഇൻട്രോഡക്ടറി ഓഫറിൽ 1,20,000 രൂപ കൊടുത്ത് ബുക്ക് ചെയ്തവർക്ക്, അല്ലെങ്കിൽ അതിനുശേഷം 1,40,000 രൂപ കൊടുത്തിട്ട് ബുക്ക് ചെയ്തവർക്ക് ലഭിക്കാൻ പോകുന്നത് ബേസ് മോഡൽ വണ്ടികളാണ്. ആ വണ്ടിയുടെ ബാറ്ററി കപ്പാസിറ്റി എന്തായാലും കുറവായിരിക്കും. എന്നാലും ഒരു 100 കിലോമീറ്ററിൽ കുറയാതെ റേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാം. റിവർ ഇന്ത്യ യമഹയുമായി കൈകോർത്ത് എഗ്രിമെന്റിൽ ഒപ്പുവെച്ച കാര്യത്തെക്കുറിച്ച് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, ഇവര് രണ്ടുപേരും ചേർന്ന് RY01 എന്ന പേരിൽ ഒരു സ്കൂട്ടർ 2026 ഇറക്കുന്നതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. RY01 എന്ന് പറഞ്ഞാൽ റിവർ യമഹ 01 എന്നാണ് കേട്ടോ. ഇതൊരു താൽക്കാലിക പേരാണെന്നാണ് അറിയാൻ സാധിച്ചത്. പിന്നീട് പ്രൊഡക്ഷൻ സമയത്ത് അവർ മാറ്റുമായിരിക്കാം. എന്തായാലും ഈ വണ്ടിയുടെ നിർമ്മാണം ഇന്ത്യയിലാണ് നടക്കാൻ പോകുന്നത്. ഈ വണ്ടിയുടെ പ്രൊഡക്റ്റ് ഓണർഷിപ്പ് യമഹയ്ക്കായിരിക്കുമെങ്കിലും R&D, ബാറ്ററി ഇന്റഗ്രേഷൻ, മാനുഫാക്ചറിംഗ് പോലെയുള്ള ചുമതലകൾ മുഴുവനും റിവറിന്റെ മേൽനോട്ടത്തിൽ ഇവരുടെ ബാംഗ്ലൂർ ഫാക്ടറിയിലായിരിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഈ RY01 എന്ന് പറയുന്നത് പുതിയ ഡിസൈനിലുള്ള ഒരു ഗ്ലോബൽ ഇലക്ട്രിക് സ്കൂട്ടർ ആയിരിക്കും. കംപ്ലീറ്റ്ലി ഒരു പുതിയ പ്ലാറ്റ്ഫോം ആയിരിക്കും അത്. ഈ വണ്ടിയുടെ കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള ടെസ്റ്റ് റൈഡ് ഇപ്പോൾ ഇന്ത്യൻ റോഡുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കുറച്ച് സ്പൈ ഷോട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ഇതാണ് വണ്ടി ഏതാണെന്ന് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് സ്റ്റിക്കർ ഒട്ടിച്ച് ഡിസൈൻ ഒക്കെ മറച്ചു വെച്ചിരിക്കുകയാണെങ്കിലും ഏകദേശം ഒരു രൂപം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അല്ലെ? കണ്ടിട്ട് ഇതും റിവർ ഇന്ത്യയെ പോലെ തന്നെ കുറച്ച് തടി കൂടിയ വണ്ടിയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അതേപോലെ റിവർ ഇന്ത്യയുടെ മുന്നിലെ ഹെഡ്ലൈറ്റ് പോലെ തന്നെ 2 ഹെഡ്ലൈറ്റുകൾ ഇതിനുമുണ്ട്. പക്ഷെ നേരെ കുത്തനെയാണെന്ന് മാത്രം. നമുക്ക് സ്പൈ ഷോട്ട്സ് ഇത്രയും ലഭിച്ചിട്ടുള്ളൂ. ഈ വണ്ടിയുടെ ടെക്നിക്കൽ സ്പെക്സും അതുപോലെ മറ്റ് കാര്യങ്ങളും ഒക്കെ അറിയണമെങ്കിൽ നമ്മൾ 2026 വരെ കാത്തിരിക്കേണ്ടി വരും. എന്തായാലും കണ്ടിട്ട് ഒരു പ്രീമിയം ലെവലിലുള്ള ഒരു വണ്ടിയാവാനാണ് സാധ്യത കാണുന്നത്. തീർച്ചയായും യമഹയല്ലേ കൈകോർത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വിലയും അല്പം മുകളിൽ നിൽക്കാനാണ് സാധ്യത. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ബജാജ് ചേതക്കിന്റെ നിലവിലുള്ള വണ്ടികളെക്കാൾ വില കുറഞ്ഞ, അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി മോഡലുകളാണ് 2026 നമ്മൾ ഇന്ത്യൻ റോഡുകളിൽ കാണാൻ പോകുന്നത്. ഇത്രയും കാലം നമ്മൾ ബജാജ് ചേതക്കിന്റെ ഒരേ ഡിസൈനിലുള്ള വണ്ടിയുടെ
പല വേരിയന്റുകളാണ് കണ്ടതെങ്കിൽ ഇവരുടെ 2026 ഇറങ്ങാൻ പോകുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്കൂട്ടർ വളരെ പുതിയ ഡിസൈനിലാണ് ഇറങ്ങുന്നത്. പുതിയ പ്ലാറ്റ്ഫോം ആണോ എന്നറിയില്ല, പക്ഷേ ഡിസൈനിൽ മാറ്റമുണ്ട്. ഈ വണ്ടിയും ഇപ്പോൾ ഇന്ത്യൻ റോഡുകളിൽ ടെസ്റ്റ് റൈഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 1-2 സ്പൈ ഷോട്ട്സുകൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. അതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിസൈനിന് പുറമെ കാര്യമായിട്ടുള്ള ഒരു മാറ്റം ഇവർ വരുത്തിയിരിക്കുന്നത് ഇതിന്റെ സൈഡ് മൗണ്ടഡ് മോട്ടോർ മാറ്റിയിട്ട് ഇവർ ഹബ് മോട്ടോർ ആക്കി എന്നുള്ളതാണ്. അത് നമുക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇതിന്റെ ബോഡി മെറ്റൽ ആണോ അതോ ഫൈബർ പ്ലാസ്റ്റിക് ആണോ എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. മറ്റ് ടെക്നിക്കൽ സ്പെക്സും അതുപോലെ വണ്ടിയുടെ വേരിയന്റിന്റെ നമ്പർ ഒന്നും നമുക്കറിയില്ല. ഏകദേശം എക്സ് ഷോറൂം വില 1 ലക്ഷം രൂപയ്ക്കടുത്ത് ഈ വണ്ടി ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ഒരു മാസം മുന്നേ നടന്ന ഏത്തർ കമ്മ്യൂണിറ്റി ഡേയിൽ ഏത്തർ അവരുടെ 2026 ഇറങ്ങാൻ പോകുന്ന ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ കോൺസെപ്റ്റ് മോഡലുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ 3 സ്കൂട്ടറുകളും ഒരു ബൈക്കുമാണ് അവർ ഉൾപ്പെടുത്തിയിരുന്നത്. ഈ 3 സ്കൂട്ടറുകളിൽ ഒരു സ്കൂട്ടർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കുമെന്നാണ് ഏത്തർ പറഞ്ഞത്. ഏകദേശം എക്സ് ഷോറൂം വില 1 ലക്ഷം രൂപയ്ക്കടുത്ത്. ഏറ്റവും പുതിയ ഇവരുടെ EL പ്ലാറ്റ്ഫോമിലാണ് ഈ 3 സ്കൂട്ടറുകളും ഇറങ്ങുന്നത്. ബൈക്ക് ഈ പ്ലാറ്റ്ഫോമിൽ പെടില്ല കേട്ടോ. മാത്രമല്ല ബൈക്കിന്റെ ലോഞ്ച് എപ്പോഴുണ്ടാകുമെന്നും പറഞ്ഞിട്ടില്ല. 2026 എന്തായാലും ഉണ്ടാകില്ല. ഏത്തർ പരിചയപ്പെടുത്തിയ 3 സ്കൂട്ടറുകളിൽ ആദ്യത്തേത് ഒരു ലോങ് റേഞ്ച് മാക്സി സ്കൂട്ടറാണ്. വലിയ വീലുകളാണ്. 5 കിലോവാട്ട് അവറിന്റെ ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത്തേത് ഒരു സ്പോർട്ടി സിറ്റി സ്കൂട്ടർ കോൺസെപ്റ്റ് മോഡലാണ്. അതിന് 2 കിലോവാട്ട് അവറിന്റെ ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ മൂന്നാമത്തേത് ഒരു കമ്മ്യൂട്ടർ കോൺസെപ്റ്റ് മോഡലാണ്. ഇതാണത് ഏത്തർ കമ്മ്യൂണിറ്റി ഡേയിൽ നമ്മളെ പരിചയപ്പെടുത്തിയത്. ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി പക്ഷെ അവർ വെളിപ്പെടുത്തിയിട്ടില്ല. ഈ EL പ്ലാറ്റ്ഫോം വണ്ടികളിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റം മിഡ് ബെൽ ഡ്രൈവ് മോട്ടോർ മാറ്റി ഡയറക്ട് ഡ്രൈവ് മോട്ടോർ ആക്കി എന്നുള്ളതാണ്. സ്വിംഗാമിലാണ് മോട്ടോർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ചേതക്കിന്റെയും വിടയുടെയും മോട്ടോർ പോലെ. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലുള്ള ഏത്തറിന്റെ പുതിയ ഫാക്ടറിയിലായിരിക്കും EL പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുന്ന വണ്ടികളുടെ നിർമ്മാണം നടക്കുക. 2026 മുതലാണ് ഈ 3 സ്കൂട്ടറുകളും ഓരോന്നോരോന്നായി ലോഞ്ച് ചെയ്യാനായി ഏത്തർ തീരുമാനിച്ചിരിക്കുന്നത്. 2 കിലോവാട്ട് അവർ ബാറ്ററി പാക്കുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ സ്പോർട്ടി സിറ്റി സ്കൂട്ടറിന് ഏകദേശം എക്സ് ഷോറൂം വില 1 ലക്ഷം രൂപയ്ക്കടുത്തും കമ്മ്യൂട്ടർ സ്കൂട്ടറിന് എക്സ് ഷോറൂം വില ഏകദേശം 1.5 ലക്ഷം രൂപയ്ക്കടുത്തും അതേപോലെ 5 കിലോവാട്ട് അവർ ബാറ്ററി പാക്കുള്ള മാക്സി സ്കൂട്ടറിന് എക്സ് ഷോറൂം വില ഏകദേശം 2 ലക്ഷം രൂപയ്ക്ക് അടുത്തുമാവാനാണ് സാധ്യത. എന്തായാലും 2026 അവസാനമാകുമ്പോഴേക്കും നമ്മൾ ഇന്ന് സംസാരിച്ച എല്ലാ വണ്ടികളും ഓരോന്നോരോന്നായി ഇന്ത്യൻ റോഡുകളിൽ കാണാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേപോലെ ഓലയുടെ പുതിയ മോഡൽ വണ്ടികളും 2026 ഇറങ്ങുന്നുണ്ട്. പക്ഷെ അവരുടെ സർവീസ് ഒന്നും മെച്ചപ്പെടാതെ നമ്മൾ ആ വണ്ടിയെ കുറിച്ച് സംസാരിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. സർവീസ് മെച്ചപ്പെടുത്താൻ വേണ്ടി പുതിയ ഐഡിയകൾ ഭവീഷ് പരീക്ഷിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിലെ എല്ലാ ടെക്നീഷ്യന്മാർക്കും ഓലയുടെ വണ്ടികൾ നന്നാക്കാനുള്ള ട്രെയിനിങ് കൊടുത്ത് സർവീസ് മികച്ചതാക്കാനുള്ള ദൗത്യമാണ് ഇപ്പോൾ ഓല ഏറ്റെടുത്തിരിക്കുന്നത്. അത് എത്രത്തോളം വിജയിക്കുമെന്ന് അറിയില്ല. പക്ഷെ വിജയിച്ചാൽ ഓലയെടുത്ത് സർവീസ് കിട്ടാതെ പെട്ടുപോയ ഒരുപാട് കസ്റ്റമേഴ്സിന് അതൊരു അനുഗ്രഹമായിരിക്കും. കൂടാതെ ഓലയുടെ ഒരു തിരിച്ചുവരവും നമുക്ക് കാണാൻ സാധിച്ചേക്കാം. എന്തായാലും അതിനുശേഷം മാത്രമേ ഓലയുടെ വണ്ടികൾ ഈ ചാനലിൽ പ്രൊമോട്ട് ചെയ്യുകയുള്ളൂ. ഇറങ്ങാനിരിക്കുന്ന വണ്ടികൾ ഇനിയും ഒരുപാടുണ്ട്. പക്ഷെ എപ്പോൾ ഇറങ്ങുമെന്ന് കമ്പനിയുടെ ഭാഗത്തു നിന്നും കൃത്യമായ അപ്ഡേറ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ആ വണ്ടികളെ കുറിച്ചൊന്നും നമ്മൾ സംസാരിക്കാത്തത് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.